പാലക്കാട്ടേക്ക് വന്നാൽ പരുത്തിപ്പുള്ളി മണിയമ്പാറ റൂട്ടിൽ മരം കടപുഴകി വീണു. വൈദ്യുതി കമ്പികൾക്ക് മുകളിലൂടെയാണ് മരം വീണത്. അപകടത്തിൽ വീടിനോട് ചേർന്ന ശുചിമുറി തകർന്നു. വീണിരിക്കുന്നത് അങ്ങനെ അവിടെ ആ തൊട്ടപ്പെട്ട കൺട്രാക്ടറുടെ ബാത്റൂമിന്റെ മേലെയും അങ്ങോട്ട് പോകാനൊരു പേടി. അവിടെ ഇലക്ട്രിക് ലൈൻ ഉള്ളതുകൊണ്ട് മേലെ ഒരു സൈഡിലൊരു കോർണറിൽ ഇപ്പുറത്തെ കോർണറിലാണ് വീട്. അവിടെ നിന്ന് ആ വരുന്ന ഇലക്ട്രിക് ലൈനിന്റെ മേലെ വീണിരിക്കുന്നത് അങ്ങനെ അവിടെ ആ തൊട്ടപ്പെട്ട കൺട്രാക്ടറുടെ ബാത്റൂമിന്റെ മേലെയും അങ്ങോട്ട് പോകാനൊരു പേടി. അവിടെ ഇലക്ട്രിക് ലൈൻ ഉള്ളതുകൊണ്ട് മേലെ ഒരു സൈഡിലൊരു കോർണറിൽ ഇപ്പുറത്തെ കോർണറിലാണ് വീട്. പാലക്കാട്ടും ശക്തമായ കാറ്റിലും മഴയിലും കാര്യമായ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലായി ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പരുത്തിപ്പുള്ളി മണിയമ്പാറ റൂട്ടിലാണിപ്പോൾ മരം കടപുഴകി വീണിരിക്കുന്നത്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായോ? എന്താണ് വിവരങ്ങൾ? പാലക്കാട് പരക്കെ മഴയുണ്ട്. പാലക്കാട് നഗരവും പട്ടാമ്പി, മണ്ണാർക്കാട്, തിരൂർ തുടങ്ങിയ എല്ലാ മേഖലകളിലും മഴയാണ്. പരുത്തിപ്പുള്ളിക്ക് സമീപം ശരി, പാലക്കാട്ടും പലയിടങ്ങളിലായി ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരം കടപുഴകി വീണാണ് വീടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തകർന്നത്. എന്തായാലും ആളുകൾക്ക് കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത്.